പോസ്റ്റൽ വഴി ഈ സഹായം തേടിയെത്തുന്ന കത്ത് ഈ കേരളത്തിൽ വെച്ച് അമ്മയുടെ മാത്രം. അങ്ങനെ തന്നെ തീർച്ചയായിട്ടും അങ്ങനെ. ഈ വേണ്ട 14/10 ഇപ്പം കണ്ടിതാ ഇത് കണ്ടോണ്ട് ഞാൻ ഇങ്ങനെ ഇടുന്ന കണ്ടോണ്ട് ഈ പോസ്റ്റ് ഓഫീസിലെ തന്നെ ഒരു പോസ്റ്റ് മിസ്ട്രസ് അവർക്ക് 2 കുട്ടികളെ കൊടുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ എന്താ ചെയ്ത് കഴിഞ്ഞിട്ട് 3/9/20 250 വീതം 2 പിള്ളേർക്ക് ഇട്ടേക്കുന്നു. ആദ്യകാലത്തെ പറഞ്ഞാൽ എങ്ങനെയാണെന്ന് വെച്ചാൽ കാച്ചിലെ ചേന ചേമ്പ് പയറ് ഒക്കെ എടുത്ത് അമ്മൂമ്മമാരുണ്ട്, 2-3 അമ്മൂമ്മമാർ നമ്മളെ ചുറ്റിപ്പറ്റി വരുന്ന അമ്മൂമ്മമാരുണ്ട്, അവർക്കൊക്കെ എടുത്ത് കൊടുക്കുമായിരുന്നു ആദ്യകാലത്ത്. വീട്ടിൽ നിന്ന് കാണാതെ എടുത്ത് കൊടുക്കുന്ന അതൊക്കെ സഹായിക്കാറുണ്ട്. വലിയ ഇനിയിപ്പം വന്നാദ്യ നാളില്ലല്ലോ. വെട്ടിക്കവല സ്വദേശിനിയായ ഒരമ്മയെ കാണുന്നതിന് വേണ്ടിയാണ് ഞങ്ങളിവിടെ എത്തിയത്. ഈ അമ്മയുടെ പേര് വിജയമ്മ. രാവിലെ ദിനപത്രം എത്തിയാൽ പിന്നെ കാരുണ്യം തേരുന്നവരുടെ വാർത്തകളിലേക്കാണ് കണ്ണ്. അത് വായിച്ചു കഴിഞ്ഞാൽ പിന്നെ അവരെ തേടി കണ്ടെത്തുന്നവരെ ഈ അമ്മയ്ക്ക് ഉറക്കമില്ല. കല്ലട ഇറിഗേഷൻ പ്രൊജക്റ്റിൽ സീനിയർ ടൈപ്പിസ്റ്റായി സർക്കാർ സർവീസിൽ നിന്നും വിരമിച്ച ശേഷം മുഴുവൻ സമയം കാരുണ്യത്തിന് വേണ്ടിയുള്ള പ്രവർത്തനമാണ്. സൈന്യത്തിൽ നിന്നും വിരമിച്ച് മരണമടഞ്ഞ ഭർത്താവിന് ലഭിക്കുന്ന പെൻഷനും തനിക്ക് കിട്ടുന്ന തുകയും ഉപയോഗിച്ചാണ് സാധുക്കൾക്ക് ഈ അമ്മ കൈത്താങ്ങാകുന്നത്. 35 വർഷമായി പഠിക്കാൻ സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്ന കുട്ടികളുടെ പഠനത്തിനായി പോസ്റ്റൽ സേവിങ്ങിലേക്ക് പണം നിക്ഷേപിച്ച് അവരുടെയും സഹായത്തിന് ഈ അമ്മ എത്തുന്നു. ഇപ്പോഴും 14 പേർക്കാണ് വിജയമ്മ ചേച്ചി സഹായമെത്തിക്കുന്നത്. ചെറുപ്പകാലത്ത് മണി ഓർഡറായി നൽകിയിരുന്ന സഹായത്തിൻ്റെ തെളിവുകൾ വരെ ഇപ്പോഴും നല്ല ഓർമ്മകളായി അമ്മ സൂക്ഷിക്കുന്നു. അമ്മേ നമസ്കാരം. നമസ്കാരം. എന്തുകൊണ്ട് വിശേഷം? ഇങ്ങനെയൊക്കെ കഴിഞ്ഞു കൂടി പോന്നു, വലിയ കുഴപ്പമൊന്നും ഇല്ലാതെ ഉണ്ട്. എൻ്റെ ചെറുപ്രായത്തിൽ തന്നെ ഞാൻ ഇതുപോലെ ഇത് ആഗ്രഹിച്ച കൂട്ടത്തില്ല. ചെറുപ്രായത്തിൽ തന്നെ ഇങ്ങനെ ചെയ്യുക. അന്നൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് കൈനീട്ടങ്ങൾ കിട്ടുമല്ലോ, 1-ാം തീയതി ഒക്കെ ആകുമ്പോൾ കൈനീട്ടങ്ങൾ കിട്ടും. അതുപോലെ വീട്ടിൽ വിരുന്ന് വരുന്നവരൊക്കെ എന്തെങ്കിലുമൊക്കെ പൈസ തരും. അങ്ങനെ തരുന്ന പൈസ പോലും ആർക്കെങ്കിലും കൊടുത്ത് ബുദ്ധിമുട്ടുന്നവർക്ക്, അത് എനിക്ക് എൻ്റെ മനസ്സിൽ തോന്നും, അങ്ങനെ ബുദ്ധിമുട്ടുന്നവർക്ക് കൊടുത്തൊരു ശീലമാണ്. അതിപ്പോൾ ശീലം ഏതാണ്ട് ഇപ്പോൾ 78ാമത്തെ വയസ്സാണ്. ഈ 78 വയസ്സിലും അത് തുടരുന്നു. മരിക്കുന്നത് വരെ അത് ചെയ്യുകയും ചെയ്യും. ഒരു മാറ്റവും ഇല്ല. അത് എനിക്ക് എൻ്റെ ഹസ്ബൻഡുള്ള സമയത്ത് മാതാപിതാക്കളും എന്നെ എതിർത്തിട്ടില്ല, എൻ്റെ ഭർത്താവും എതിർത്തിട്ടില്ല, മക്കളും എതിർക്കുന്നില്ല. മക്കൾക്കും ഞാൻ എന്തൊക്കെയോ ചെയ്യുന്നു എന്നറിയാം, പക്ഷേ എന്ത് ചെയ്യുന്നു, എത്രത്തോളം ചെയ്യുന്നു എന്ന് അവർക്കറിയത്തില്ല. അവർക്ക് ജീവിക്കാനുള്ള സകല സാഹചര്യങ്ങളും അവർക്ക് ഒപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. ഞാനും എൻ്റെ ഭർത്താവും അവർക്ക് 2 പേർക്ക് ഉദ്യോഗമായി വേണ്ടുന്ന കാര്യങ്ങളെല്ലാം ആയിട്ടുണ്ട്. പിന്നെ ഞാനിപ്പോൾ ഈ പ്രധാനമായിട്ട് പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഈ വെട്ടിക്കവല തന്നെ 2 പെൻഷനും 2 ശമ്പളവും വാങ്ങിക്കുന്ന ധാരാളം പേരുണ്ട്. ഒരു 10 രൂപ കാശ് ദുരിതമനുഭവിക്കുന്നവർക്ക് ഒരു മനുഷ്യർ കൊടുക്കത്തില്ല. ഇതെന്ന് പറയുന്നത് നമ്മളൊരാളെ പറഞ്ഞു കൊടുപ്പിക്കുകയല്ല വേണ്ടുന്നത്. അവരവർക്ക് തോന്നണം, അവരവർക്ക് തോന്നി ചെയ്യണം. അത് മാത്രമേ ഉള്ളൂ. അത് എനിക്ക് ഒരു വിഷമവും ഇല്ല. ഞാനതങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. നമുക്കൊരുപാട് സത്യം പറഞ്ഞാൽ എന്നെ സംബന്ധിച്ച് എനിക്ക് ഒരുപാടൊന്നുമില്ല. എൻ്റെ വിലപിടിപ്പുള്ള എൻ്റെ പെൻഷൻ, എൻ്റെ ഭർത്താവിൻ്റെ പെൻഷൻ കിട്ടുന്നതെന്ന് പറഞ്ഞാൽ പട്ടാളക്കാരൻ്റെ പെൻഷന്, അതെൻ്റെ ജീവിതത്തിലെ എല്ലാം അതിനുവേണ്ടി മാത്രമാണ് എനിക്കത് കഴിഞ്ഞേ ഉള്ളല്ല. എൻ്റെ സർവീസ് പോലും ഞാൻ വിലമതിക്കുന്നത് ഈ പട്ടാളത്തിൻ്റെ ഇത് കഴിഞ്ഞേ ഉള്ളൂ. അങ്ങനെയാണ്. അപ്പോൾ നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ദുരിതം അനുഭവിക്കുന്ന ഒരുപാട് പേര് സമൂഹത്തിലുണ്ട്. ആരും ചെയ്യത്തില്ല. എൻ്റെ പ്രധാന കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ 35 വർഷം 7 ബാച്ച് കഴിഞ്ഞു. അന്നൊക്കെ എന്ന് പറഞ്ഞാൽ 5-5 പിള്ളേർക്ക് വീതം ആദ്യം 2 പിള്ളേർക്ക് 250 രൂപ വീതം പോസ്റ്റ് ഓഫീസിലിടും. ഒരു മാസം നമ്മൾ 150 രൂപ പോസ്റ്റ് ഓഫീസിലിട്ടാൽ ഒരു വർഷം 1800 × 5 RD അക്കൗണ്ടെല്ലാം 5 വർഷമാണ്, 9000 രൂപയാകും. അതിൻ്റെ പലിശയും കൂടെ ചേർത്ത് 11,000 രൂപ ഒരു കുട്ടിക്കാവും. അങ്ങനെയാണ് കൂടുതലും ഞാൻ കൊടുത്തിട്ടുള്ളത്. ഈ 10,000 ഒന്നിച്ച് 10,000 കൊടുക്കാൻ ചിലപ്പോൾ പറ്റാതെ വരും. ഈ 11,000 രൂപയെന്ന് പറയുമ്പോൾ നമുക്കൊരു വിഷമമില്ലാതെ നമ്മൾ പോലും അറിയുന്നില്ലല്ലോ. RD ഏജൻറ്റ് ഇന്ന് ഇവിടെ വരും RD ഏജൻറ്റ്. ഇപ്പം ഞാൻ 14 പേർക്ക് ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുക. 14 പേരുടെ ലിസ്റ്റ് എൻ്റെ കയ്യിലുണ്ട്. ഈ 14 പേരുടെ പൈസ വാങ്ങിക്കാനായിട്ട് ആ കൊച്ചിന്ന് ഇവിടെ വരും. ഓടനാവട്ടത്തുള്ളതാ ഗീത പോസ്റ്റ് ഓഫീസ്. ഏതാണ്ട് 10-60 കൊല്ലത്തിൽ മേളിൽ ചെയ്യുന്നു. അതാ ഞാൻ പറഞ്ഞേ, ഇത് കണ്ടാൽ എനിക്ക് അപ്പോഴാ കിട്ടുന്ന ഒരു അനുഭൂതി ഉണ്ടല്ലോ. 200 രൂപ വെച്ചൊക്കെ 200 രൂപ വെച്ച് ആ മണി ഓർഡർ കൂപ്പൺ തിരിച്ച് നമുക്ക് വരുമ്പോഴേ നമ്മൾ അയച്ചു കൊടുക്കുന്ന 200 രൂപ എന്ന് പറയുന്നത് വേണ്ട. പണ്ട് ഇപ്പം ഇതില്ലല്ലോ. ഈ മണി ഓർഡർ കൂപ്പൺ എന്ന് പറഞ്ഞാൽ
ഏതോ ഒരു ലക്ഷ്മിക്കുട്ടി 200 രൂപയാണ്. അത് പിന്നെ വേണ്ട. അതെ 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 മണി ഓർഡറാ. ഇതെല്ലാം മണി ഓർഡറാ ഈ കൊടുക്കുന്നത്. ഇത് തിരിച്ച് എനിക്ക് വരുമ്പോൾ ഉണ്ടല്ലോ, എനിക്കൊരു ഭയങ്കര സന്തോഷമാണ്. ഇതെൻ്റെ കൈ വരുമ്പോൾ കണ്ട് ഇതെല്ലാം അങ്ങനെ RB സർക്കിളിൽ ഇരിക്കുമ്പോഴാണ്, കൊട്ടാരക്കര KP RB സർക്കിളിൽ ഇരിക്കുമ്പോഴാണ് അയച്ചു കൊടുക്കുന്നതാണ്. അഡ്രസ്സ് അവിടുത്തേതാണ് വെച്ചേക്കുന്നത്. ഇതുണ്ട്. അതെ 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 പൊലമുക്കിൽ. ഇതെന്നാ നോക്ക് 3/11/2000 24 വർഷം മുമ്പ്. 24 10 കിലോ ആയിരിക്കും, 125 രൂപയേ ഉള്ളൂ. അത് സൂക്ഷിച്ച് വെക്കുന്ന ഒരു സ്വഭാവം എൻ്റെ എന്ന് ഞാൻ പറയുക. ഈ 60 വർഷമായിട്ടും അമ്മ ഒരു പത്രങ്ങളിലും ഒന്നും പറഞ്ഞിട്ടില്ല, ആരോടെയും പറഞ്ഞിട്ടില്ല. ആരും ഞാൻ ഒരു കുഞ്ഞുങ്ങളോടെ ഞാൻ പറഞ്ഞിട്ടില്ല, ആരോടെയും പറഞ്ഞിട്ടില്ല. പെട്ടിട്ടാ കഷ്ടപ്പെട്ട് ഈ പിന്നെ 9, 7, 8 മാസമൊക്കെ ഗർഭിണിയായിട്ടിരിക്കുമ്പോഴും വയറിൻ്റെ മേളിലെ ടൈപ്പ്റൈറ്ററും വെച്ചോണ്ട്, എത്ര കിലോ ഭാരമുള്ള ടൈപ്പ്റൈറ്ററും വെച്ചോണ്ട് അപ്സ്റ്റെയറില്ല ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ മൊത്തം. അവിടുന്നാണ് ഇറങ്ങുന്നത്. വയറ് താങ്ങി ഇങ്ങനെ പിടിച്ചുകൊണ്ട്, മെഷീനും താങ്ങി പിടിച്ചുകൊണ്ട് അപ്സ്റ്റെയറിൽ നിന്ന് താഴെ ഇറങ്ങി വന്ന് കൊട്ടാരക്കര സ്കൂളിൽ പരീക്ഷകളിൽ ബോയ്സ് ഹൈസ്കൂളിലെ പരീക്ഷ മൊത്തം. അങ്ങനെയൊക്കെ ഒരുപാട് ത്യാഗം സഹിച്ചിട്ടുള്ളതാണ്. അല്ലാതെ ഇതൊന്നും ആരുടെയും കയ്യിൽ നിന്ന് വാങ്ങിച്ചോ അല്ലെ ആരെങ്കിലും കാണിക്കാൻ വേണ്ടി ഒന്നുമല്ല. ഇതുപോലെ ആരെങ്കിലുമൊക്കെ ചെയ്യണം. 14/9/2000 കല്ലുവാതുക്കലുള്ള ഒരു പരമേശ്വരൻ പിള്ളയ്ക്ക് അദ്ദേഹത്തിൻ്റെ വാർത്ത പേപ്പറിൽ വന്നതാണ്. അന്ന് ഞാൻ 200 രൂപ അയച്ചു കൊടുത്തു. അദ്ദേഹത്തിന് അതിന് മറുപടി വന്നതാണ് എനിക്ക്. താങ്കൾ അയച്ചു തന്ന സംഭാവന തുക ഇവിടെ കിട്ടിയിരുന്നു, നന്ദി രേഖപ്പെടുത്തുന്നു. കൃതജ്ഞതയോടെ പരമേശ്വരൻ പിള്ള, വാണിയംകുന്നിൽ വീട്, നടയ്ക്കൽ, കല്ലുവാതുക്കൽ PO 691578. ഉറപ്പ് വരുത്താതെ കണ്ട് ചെയ്യുന്ന ഒരു കാര്യവും ഇല്ല. ഉറപ്പ് അതിനല്ലല്ലോ, അതിന് നമുക്കില്ലല്ലോ. നമുക്കില്ല. നമ്മൾ അതായതെന്ന് പറഞ്ഞാൽ ഒരു പട്ടാളക്കാരൻ്റെ പെൻഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഭയങ്കര പെൻഷനാണ് അത്. ആ വിലയുള്ള പെൻഷന് അർഹതപ്പെട്ടവർക്കേ കൊടുക്കാവൂ, അല്ലാതുള്ളവർക്ക് കൊടുക്കാം. കർഷക കുടുംബത്തിൽ ജനിച്ചു വളർന്നതുകൊണ്ട് കാച്ചിലും ചേനയുമൊക്കെ ആരും കാണാതെ എടുത്തു നൽകി സഹായിച്ചാണ് മറ്റുള്ളവരെ സഹായിക്കുക എന്ന ശീലം വിജയമ്മയിൽ തുടങ്ങിയത്. പിന്നീട് കൈനീട്ടം കിട്ടുന്നതും മുതിർന്നവർ നൽകുന്ന സമ്മാനങ്ങളും മറ്റാരും കാണാതെ പാവപ്പെട്ടവർക്ക് നൽകും. കഴിഞ്ഞ 60 വർഷമായി ഇതേ രീതി ഇപ്പോഴും തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ആദ്യകാലത്തെ പറഞ്ഞാൽ എങ്ങനെയാണെന്ന് വെച്ചാൽ, അതെ കാച്ചിലെ ചേന, ചേമ്പ്, പയറ് ഒക്കെ എടുത്ത് അമ്മൂമ്മമാരുണ്ട്. 2-3 അമ്മൂമ്മമാർ നമ്മളെ ചുറ്റിപ്പറ്റി വരുന്ന അമ്മൂമ്മമാരുണ്ട്. അവർക്കൊക്കെ എടുത്ത് കൊടുക്കുമായിരുന്നു ആദ്യകാലത്ത്. വീട്ടിൽ നിന്ന് കാണാതെ എടുത്ത് കൊടുക്കുന്നത് അതൊക്കെ ആദ്യകാലത്ത് കൊടുത്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെ. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾക്ക് മില്ലുണ്ടായിരുന്നു, നെല്ലൂത്ത് മില്ല്. അപ്പോൾ ഈ അരിയുടെയൊക്കെ ഇഷ്ടംപോലുള്ള അരിയൊക്കെ കിട്ടുന്ന ഒരു കാലഘട്ടം അന്നുണ്ട്. അന്ന് ഈ നെല്ലില്ലാത്ത വീടുകളില്ലല്ലോ, എല്ലാ വീടുകളിലും ഉണ്ട്. ഇന്നല്ലയോ നെല്ലൊന്നും ഇല്ലാത്ത. അപ്പം ആദ്യകാലത്തെ ഇങ്ങനെ കൊച്ചു സഹായങ്ങൾ, ഇങ്ങനെ മറ്റുള്ളവരുടെ വിഷമം കാണുമ്പോൾ, അന്നൊന്നും വലിയ പൈസ ഇല്ല. പൈസ എന്ന് പറഞ്ഞാൽ അന്നുള്ള 10 രൂപയ്ക്ക് തന്നെ അന്നേ വലിയ പാടാണ്. 10 രൂപയ്ക്ക് 2 രൂപ 3 രൂപയ്ക്ക് ഇല്ലയോ നമുക്ക് ആരെങ്കിലും ഒന്ന് കൈനീട്ടം തന്നാലും തരുന്നത്. 1 രൂപ, വെള്ളി രൂപ. എൻ്റെ അച്ഛനാണെങ്കിൽ വിഷുവിനൊക്കെ 1 രൂപയാ. അതെ 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 അത് അന്ന് മുതലേ ചെയ്യുന്നത്. 78 അത് തുറന്നേ ഇരിക്കും. ഇത് ചെയ്യും, മരണം വരെയും ചെയ്യും. ഇതൊക്കെ എനിക്ക് കിട്ടിയിട്ടുള്ള ഉപഹാരങ്ങളായി ഈ ഇരിക്കുന്ന കാര്യങ്ങളൊക്കെ. അത് ഉണ്ട്. ആദ്യം കിട്ടിയതെന്ന് പറയുന്നത് എനിക്ക് കർഷകശ്രീ അവാർഡാണ്. 2008 അന്ന് നിലവിളക്കും പൊന്നാടയൊക്കെ ഉള്ളായിരുന്നു. അത് കണ്ടിട്ട് എൻ്റെ കുടുംബശ്രീ പ്രവർത്തകർ ഇത് ഒക്കെ അങ്ങനെ അവർ പിന്നെ അതിന് പ്രസൻറ്റേഷൻ തന്നതാണ്. ഇത് കലയപുരം സങ്കേതത്തിൽ നിന്ന് 19 മദർ തെരേസ അവാർഡ് ഇത് കിട്ടിയത്. പിന്നെ എല്ലാം ഉണ്ടല്ലോ. കലയപുരം സങ്കേതമൊക്കെ ഞാൻ ഇവിടെ കഴിയുന്നതേ ഉള്ളൂ. എനിക്ക് സ്നേഹം മൊത്തം അവിടെ കിടക്കുക. 29 കൊല്ലം കൊണ്ട് ഞാൻ അവിടുത്തെ ആൾ തന്നെ. ഇതെനിക്ക് ഇപ്പോൾ 150 കരയോഗത്തിൽ നിന്ന് എനിക്കാണ് മാതൃകാ വനിതാ സമാജ് അവാർഡ് കിട്ടിയത്. ഇതെൻ്റെ ഭർത്താവ് സുകുമാരൻ നായർ. ഇദ്ദേഹം ആർമി സിഗ്നൽ കോറിൽ 28 കൊല്ലത്തെ സർവീസ് കഴിഞ്ഞ് വന്നതാണ് അദ്ദേഹത്തിൻ്റെ അവസാന നാളുകളിലുള്ള ചിത്രമാണ് ഇത്. ഈ ദൃശ്യങ്ങൾ ചിത്രീകരിക്കുമ്പോഴും ഈ അമ്മയുടെ ഒരു ഉറപ്പിൻ്റെ പുറത്താണ് ഞങ്ങൾ റെക്കോർഡിംഗ് ആരംഭിച്ചത്. ഫോൺ വിളിച്ചോ നേരിട്ടോ സഹായമെന്ന പേരിൽ ആരും ശല്യം ചെയ്യേണ്ട കരങ്ങൾ തിരിച്ചറിഞ്ഞ് അർഹിക്കുന്ന കരങ്ങളിൽ താൻ തന്നെ സഹായമെത്തിക്കും. പിന്നെ എന്തിനിത് ജനങ്ങളിലേക്ക് എത്തിക്കണം എന്ന ചോദ്യത്തിന്
ഈ അമ്മ തന്നെ മറുപടി പറഞ്ഞു തരും. നിങ്ങൾ ദയവ് ചെയ്ത് സമൂഹത്തെ കഷ്ടപ്പെടുന്ന ആളുകളെ കണ്ടുപിടിച്ചിട്ട് നിങ്ങളെ കൊണ്ട് പറ്റുന്ന കൊച്ചു കൊച്ചു സഹായങ്ങൾ, ഒരു ദിവസത്തെ മീനിൻ്റെ പൈസ ലാഭിച്ച് ഒരു ദിവസത്തെ ഇന്ന് 150 രൂപ എന്നൊക്കെ പറയുന്ന ഒന്നുമില്ല, 150 രൂപ വീതം 5 വയസ്സുള്ള ഒരു കുഞ്ഞിന് കൊടുത്താൽ അവന് 10 വയസ്സാകുമ്പോൾ 11,000 രൂപ അവൻ്റെ സ്വന്തമാകും. നമുക്ക് ഒന്നിച്ചു കൊണ്ടുവന്ന് അവന് കൊടുക്കാൻ പറ്റത്തില്ല. ഇതാകുമ്പം RD മുഖാന്തരം, പോസ്റ്റ് ഓഫീസ് മുഖാന്തരം അങ്ങ് പോകും. സമൂഹത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണം. കൂട്ടി വെച്ചിട്ട് മക്കൾ അതിനനുസരിച്ച് വഷളാവുകയാണ് ചെയ്യുന്നത്. കൂട്ടി വെച്ചിരുന്ന് മക്കൾ വഷളാവും. അത്രയേ ഉള്ളൂ. നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി, ദുരിതമനുഭവിക്കുന്നവർക്ക് വേണ്ടി എന്തെങ്കിലും സഹായം ചെയ്യണം. അത് മാത്രമേ ഉള്ളൂ എനിക്ക് എല്ലാവരുടെയും പറയാനുള്ളത്. ഇപ്പോൾ എനിക്ക് ഈ 78 വയസ്സായപ്പോൾ എനിക്ക് തോന്നി ആർക്കെങ്കിലുമൊക്കെ നല്ല ബുദ്ധി തോന്നട്ടെ ദൈവമേ, ഇത് കൂട്ടി വെച്ച് പോന്നു. ഈ പോന്നവരാരും കൊണ്ടുപോകുന്നില്ല. അതാ ഇപ്പം 6